ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിടെക്കിൽ നിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഒരു അക്വേറിയമാണ്, അതായത് ടയറും വെച്ചിട്ടുള്ള ഒരു അക്വേറിയം. അപ്പോൾ ഇതിനാകെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ടയറും 2 റൗണ്ടിൽ കട്ട് ചെയ്ത ഗ്ലാസ്സുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ. ഫ്രണ്ട്സ്, നമുക്ക് അക്വേറിയം ഉണ്ടാക്കാൻ ആദ്യം ആവശ്യം ഇതുപോലത്തെ ഒരു ടയറാണ് വേണ്ടത്. അപ്പോൾ ഈ ടയറിൻ്റെ ഉള്ളിലുള്ള സർക്കിളിനേക്കാളും കുറച്ചുകൂടി ഡയമീറ്റർ കൂട്ടി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് നമുക്ക് ആ ഭാഗത്തൊന്ന് ഒട്ടിച്ചു വെക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് മീനൊക്കെ ഇടണ്ടേ, നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ മീനൊക്കെ ഇടാനുള്ള ഒരു ഹോള് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ടയറിൻ്റെ മോൾ ഭാഗത്ത് ഒരു സ്ക്വയർ പീസിൽ ഇതേപോലെ ഒരു ചെറിയ കഷ്ണം കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് മുറിച്ചത് മെഷീൻ ഉപയോഗിച്ചാണ്. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ നോക്കിയിട്ട് പറ്റില്ല, അതാണ് ഞാൻ മെഷീൻ ഉപയോഗിച്ചത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ ചില്ല് ഒട്ടിച്ച് വെക്കണം. അത് ഞാനിവിടെ എടുത്തേക്കണത് സിലിക്കൻ്റെ പശയാണ് എടുത്തേക്കണത്. അപ്പം നമുക്ക് ആ ടയറിൻ്റെ ആ ഭാഗം മുഴുവനും, നമുക്ക് ആ ചില്ല് ഒട്ടിക്കുന്ന ഭാഗം മുഴുവനും ഒന്ന് പശ ഉപയോഗിച്ച് തേച്ചതിന് ശേഷം നമുക്കൊന്ന് ചില്ല് ഒട്ടിച്ചെടുക്കണം. പശ തേക്കുമ്പോൾ ഒട്ടും പിശുക്ക് കാണിക്കരുത്. നന്നായിട്ട് നല്ല തിക്നെസ്സിൽ പശ തേച്ചാൽ മാത്രമേ നമ്മുടെ ഗ്ലാസ് നന്നായിട്ട് നമ്മുടെ ടയറിൽ ഒട്ടി പിടിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ ചില്ല് നേരെ പശയുടെ മുകളിലേക്ക് നേരെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. ഓവറായിട്ട് പ്രസ് ചെയ്താൽ ചിലപ്പോൾ ചില്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ചില്ല് സെറ്റപ്പായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി ഒന്നുകൂടെ നമുക്ക് ആ പശ ആ ചില്ലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തേച്ച് വയ്ക്കണം. അതെന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി എന്ന രീതിയിൽ എങ്ങാനും നമ്മുടെ ഒട്ടും ലീക്കില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി. അതിനാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചില്ലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആ കൈ ഉപയോഗിച്ച് നമ്മുടെ ആ പശ മുഴുവനുമായിട്ട് ആ ചില്ലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് തേച്ച് വയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ കൈ ഉപയോഗിച്ച് തേച്ച് വെച്ചാൽ കറക്റ്റായിട്ട് ആ എല്ലാ ഗ്യാപ്പും നമ്മുടെ പശ ഉപയോഗിച്ച് ഫില്ലായിക്കോളും. ഫ്രണ്ട്സ്, നമ്മുടെ പശ സെറ്റപ്പായിട്ട് ഒട്ടാൻ വേണ്ടി നമുക്കൊന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ചില്ല് ഏകദേശം ഒട്ടിയിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം, അതായത് അപ്പുറ ഭാഗം നമുക്ക് ചില്ല് വെച്ച് ഒട്ടിച്ചെടുക്കണം. അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് നല്ല തിക്നെസ്സിൽ പശ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചില്ല് ഒട്ടിച്ച് വയ്ക്കാം. നല്ല തിക്നെസ്സിൽ പശ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നേരെ നമ്മുടെ ഗ്ലാസ് നേരെ ആ പശയുടെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത്, അധികം പ്രസ് ചെയ്യരുത്, കുറച്ച് എന്നാൽ അത്യാവശ്യം പ്രസ് എന്ന രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പിക്കോടൊക്കെ നന്നായിട്ടൊന്ന് പശ തേച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഗണ്ണ് ഉപയോഗിച്ച് പശ തേച്ചതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് ആ ഗ്യാപ്പിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ സെറ്റപ്പായിട്ട് തന്നെ നല്ല തിക്നെസ്സിൽ നമ്മൾ പശ ഉപയോഗിച്ച് നമ്മൾ ചില്ല് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചില്ലൊക്കെ ഒന്ന് ഒട്ടാൻ വേണ്ടി നമുക്കൊന്ന് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയം മുഴുവനായിട്ട് അങ്ങ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും സെറ്റപ്പായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരെ വെള്ളം ഒഴിച്ച് മീനിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അക്വേറിയത്തിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ടയറിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ചെളിയാണ്, നിറച്ചും ചെളിയാണ്. എന്തോരം ഉരച്ച് കഴുകിയിട്ട് അത് പോയില്ല. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി നമുക്കൊരു വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ ടയർ മുഴുവനും നന്നായിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയം സെറ്റപ്പായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചില്ലേ, അത് സെറ്റപ്പായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ചില്ലും സെറ്റപ്പായിട്ട് ഉണങ്ങി പൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫുൾ പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത്, ഇതിൽ വെള്ളം നിറച്ച് മീനിടുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ നമുക്കിനി ചെയ്യാനുള്ളത്. നമുക്കിനി വെള്ളം നിറയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ഓസ് ഇട്ട് വേണം വെള്ളം നിൽക്കണം. തുറന്നില്ലേ? അതുപോലെ ആയിട്ടോ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളം ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത്ര വെള്ളമാണ് എടുക്കുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ വെച്ചാൽ പ്രഷർ ആകൂല, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം നമുക്കിനി ഇതിലേക്ക് മീനൊക്കെ പിടിച്ചിടാം. നമ്മുടെ മീനൊക്കെ ഇതിലേക്ക് പിടിച്ചിടാം. നമ്മുടെ ഷാർക്ക് സെറ്റപ്പായിട്ട് എല്ലാ മീനും അടിയിലാണോ, മുഴുവൻ മീനും അടിയിലാണോ, അതുകൊണ്ട് കാണാമില്ല. അപ്പം നമ്മുടെ അക്വേറിയം പൊളിയായിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഇതിന് ചെറിയ ടയർ എടുക്കണം കേട്ടോ. കാരണം ഇത് ഞാൻ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ലീക്കാവാനുള്ള നന്നായിട്ട് ലീക്കായിരുന്നു. അപ്പം ഇതിലും ചെറിയ ടയർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ ഉള്ളിലെ പ്രഷർ പ്രഷർ വരുമ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ് പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ മീൻ മുഴുവൻ അതിൻ്റെ അടിയിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഞാൻ കഴിച്ച് കാണിച്ചത് എല്ലാ മീനും അടിയിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അവിടെ പോയി ഞാൻ പറഞ്ഞില്ലായിരുന്നോ വലിയ ടയർ ആയതുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടാവുന്നത് കണ്ടില്ലേ. വലിയ ടയർ ആയതുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ. ഈ ഉള്ളിലെ പ്രഷർ കൂടുമ്പോൾ ഇതൊക്കെ തള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് വെള്ളമൊക്കെ വന്നാണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് നമ്മുടെ അക്വേറിയം. അപ്പോൾ ഈ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിലും ചെറിയ ടയർ എടുക്കുക, അപ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ. മുഴുവനും ലീക്ക് മച്ചാനെ, ഇതൊന്നുമല്ല ലീക്ക്. എൻ്റെ പൊന്നെ, ഫ്രണ്ടിലേക്കൊന്ന് വന്ന് നോക്കി. പൊളി ഇടുക്കിയിടാ വെള്ളം വന്നത് ആകെ സീനായി മോനെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് നമ്മുടെ അക്വേറിയം ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചും കൂടി ചെറിയ ടയർ എടുക്കുക, അതായിരിക്കും നല്ലത്. കാരണം ഉള്ളിലെ പ്രഷർ കുറയുമ്പോൾ അത്ര നമ്മുടെ അക്വേറിയം ഫെയിലായി വരില്ല. കാരണം അധികം നമ്മുടെ ചെറിയ ടയറൊക്കെ ആകുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായി നിന്നോളും. ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയം നൈസായിട്ട് പാളിപ്പോയി. നൈസായിട്ട് എന്ന് പറയുമല്ല, മുഴുവനായിട്ട് അങ്ങ് പാളിപ്പോയി എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്തത് കാറിൻ്റെ ടയറായിരുന്നു. അപ്പോൾ കാറിൻ്റെ ടയറായപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണ്ടേ. അങ്ങനെ വെള്ളം ഒഴിച്ചു, ഉള്ളിലെ പ്രഷർ കൂടി ഗ്ലാസ് പുറത്തേക്ക് തള്ളി വന്നു. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ടയർ എടുക്കുക. അതായത് നമ്മുടെ ഓട്ടോറിക്ഷയുടെയൊക്കെ ടയറില്ലേ, അതാകുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ, ചെറിയ ടയറല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.